വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒരു നിർണായക ശക്തി തന്നെയാണ്. BJP മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു രീതിയിലേക്ക് BJP വളർന്നിരിക്കുന്നു കേരളത്തിൽ. ഈ BJP എത്ര സീറ്റ് നിയമസഭയിൽ പിടിക്കുമെന്നുള്ളതാണ് എല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ കെ സുരേന്ദ്രൻ പറയുന്നു, കേരളം ആര് ഭരിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും. എന്താണ് ഇത്രയും ആത്മവിശ്വാസത്തിന്റെ പിന്നിൽ? എന്തടിസ്ഥാനത്തിലാണ് സുരേന്ദ്രൻ അങ്ങനെ പറയുന്നത്? അല്ല, കെ സുരേന്ദ്രൻ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഇതിന് സമാനമായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. കേരളത്തിൽ 35 MLA-മാരെ ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ കേരളം ഭരിക്കും. അപ്പൊ നമുക്ക് ആ കണക്കിനകത്ത് ഒരു ലോജിക്ക് മനസ്സിലായില്ല. 140 സീറ്റാണ് ആകെ ഉള്ളത്. അതിൽ 35 സീറ്റ് BJPക്ക് കിട്ടിയാൽ പിന്നീട് അവശേഷിക്കുന്നത് 105 സീറ്റാണ്. ഈ 105 സീറ്റ് സ്വാഭാവികമായിട്ടും ഒന്നുകിൽ ഒരു കക്ഷിക്ക് മേൽക്കൈ ഉണ്ടാകണം. അപ്പോൾ അവർക്ക് 70 സീറ്റ് 72 സീറ്റിന് മുകളിലേക്ക് പോകണം. അതല്ലെങ്കിൽ രണ്ട് കക്ഷികൾക്കും, അതായത് LDF-നും UDF-നും ഏതാണ്ട് തുല്യം സീറ്റ്, ഒരു 50-60 ആ റേഞ്ചിനുള്ളിൽ വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭരിക്കാൻ കിട്ടാത്ത പാർട്ടിയിലെ ചില MLA-മാർ BJPയിലേക്ക് ഒഴുകിയെത്തും. ഇതാണ് പറയുന്നത്. ഇതിനൊരു ഉദാഹരണം ഇപ്പോൾ വീണ്ടും സുരേന്ദ്രൻ പറയുന്നു. തിരുവനന്തപുരത്ത് നടന്ന ഒരു പരിപാടിയിലാണെന്ന് തോന്നുന്നു സുരേന്ദ്രൻ വീണ്ടും ഇതിന് സമാനമായ ഒരു കാര്യം പങ്കുവച്ചത്. ഇപ്പൊ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മറ്റത്തൂർ എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയിലെ ഒരു പഞ്ചായത്ത്, ഈ പഞ്ചായത്തിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച 8 പേർ, ആ 8 പേർ സ്വാഭാവികമായിട്ടും പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള ഒരു മത്സരം വരുമ്പോൾ കോൺഗ്രസ് അനുകൂലമായ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമല്ലോ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ 8 കോൺഗ്രസ് അംഗങ്ങളും നേരെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJPക്കൊപ്പം ചേരുന്നു. നിലവിൽ 4 BJP കൗൺസിലർമാർക്കൊപ്പം നിന്ന്, അല്ലെങ്കിൽ BJP മെമ്പർമാർക്കൊപ്പം നിന്നുകൊണ്ട് ഈ 8 പേരും അവിടെ കോൺഗ്രസ് വിമതയായി മത്സരിച്ച ഒരു ടെസി ജോസഫിനെ വോട്ട് ചെയ്തുകൊണ്ട് വിജയിപ്പിക്കുന്നു. അപ്പൊ കോൺഗ്രസ് വിമത അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് മാറുന്നു. ശരിക്കും പറഞ്ഞാൽ അവർ ആരായി മാറി എന്ന് ചോദിച്ചാൽ BJP ആയിട്ട് മാറി. ഇത് കേരളത്തിൽ സാധിക്കാമെങ്കിൽ ഞങ്ങൾക്ക് ഇതിനപ്പുറവും ഇവിടെ നടത്താൻ കഴിയുമെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. ഇതിന് മറ്റു ചില വശങ്ങൾ കൂടിയുണ്ട്. ഇപ്പൊ നമുക്ക് കർണാടകയിൽ 0 സീറ്റോ അല്ല 1 സീറ്റോ മറ്റോ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് കർണാടകയിൽ BJP വളരുകയും അവിടെ ഭരണം പിടിക്കുകയും ചെയ്തു. ത്രിപുരയിൽ BJPയുടെ നിലവിലെ അവസ്ഥ 0 ഒക്കെ ആയിരുന്നു. അവിടെ നിന്ന് ത്രിപുരയുടെ ഭരണം പിടിച്ചു. എന്തിന്? അഹമ്മദാബാദ് എന്ന് പറയുന്ന ഒരു കോർപ്പറേഷന്റെ ഭരണം പിടിച്ചതിന് ശേഷമാണ് ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനം പോലും BJP പിടിച്ചെടുത്തത്. ഇവിടെ സുരേന്ദ്രൻ പറയുന്ന ചില കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് നമ്മുടെ തലസ്ഥാനത്തെ കുറിച്ച് കൂടിയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നുള്ളത് BJP എത്രയോ കാലമായി ലക്ഷ്യമിട്ട് വെക്കുന്നതാണ്. 10ഓ 12ഓ സീറ്റ്, 15 സീറ്റ്, 20, 40 എന്ന രീതിയിൽ ക്രമാനുഗതമായി അവിടെ വളർച്ച ഉണ്ടാകുകയും ഈ 2025 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുമെന്ന് ഉറച്ചു പറയുകയും ചെയ്തു. അങ്ങനെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ താഴെ തട്ടിൽ നിന്ന് കൃത്യമായ പ്രവർത്തനം നടത്തി. BJPയിലെ കൗൺസിലർ, BJPയിലെ ചില നേതാക്കൾ ആത്മഹത്യ ചെയ്തു, RSSകാർ ആത്മഹത്യ ചെയ്തു എന്ന രീതിയിൽ വലിയ നരേറ്റീവ് സൃഷ്ടിച്ചു. അവർക്ക് എതിരായിട്ടുള്ള ഒരു തരംഗം സൃഷ്ടിച്ചു. പക്ഷെ അതിനെല്ലാം പാടെ തകർത്തുകൊണ്ടാണ് ഈ കോർപ്പറേഷന്റെ ഭരണം BJP പിടിച്ചെടുത്തത്. എന്നിട്ട് അവിടെ ശ്രീരേഖ എന്ന് പറയുന്ന IPSകാരി മേയറായി വരുമെന്നൊക്കെ വലിയ മാധ്യമ സൃഷ്ടികൾ, വാർത്തകൾ ഒക്കെ പ്രചരിപ്പിച്ചു. പക്ഷെ പാർട്ടി തീരുമാനിച്ചത് രാഷ്ട്രീയം അറിയാവുന്ന രാഷ്ട്രീയ പ്രവർത്തകനായ VV രാജേഷ് എന്ന് പറയുന്ന വ്യക്തിയെ അവിടുത്തെ മേയറാക്കാനാണ്. അപ്പോൾ ഈ പറയുന്ന VV രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷനിലും വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിന് തടയിടാൻ, അതിനെ ഇല്ലാതാക്കാനായിട്ട് CPM അനുകൂല സംഘടനകൾ ഇവിടെ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ സുരേന്ദ്രൻ പറയുന്ന കാര്യങ്ങൾ ആലോചിക്കണം. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നു. അവിടെ ജനത്തിന് അനുകൂലമായ, ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ചെയ്യുന്നു. ഇപ്പോൾ തെരുവുനായ ശല്യം നമ്മുടെ സംസ്ഥാനത്ത് എല്ലാം ഉള്ള പ്രശ്നമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ അതിനെതിരായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ മലിനജലം വീടുകളിൽ നിന്നും മറ്റും ഒഴുക്കി കനാലുകളിലേക്കും പാർവതി പുത്തനാറിലേക്കും കരമനയാറ്റിലേക്കും ഒക്കെ ഒഴുക്കി മലിനമാക്കുന്ന പരിപാടിയുണ്ട്. അതിനെ കണ്ടുപിടിക്കാനായിട്ട് ചില നീക്കങ്ങൾ നടത്തുന്നു. അപ്പൊ ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതികളെ ഇല്ലാതാക്കാനായിട്ട് CPM അനുകൂല സംഘടനകൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ BJPക്ക് ഇപ്പോഴുണ്ടാകുന്ന അനുകൂല തരംഗം ഇല്ലാതാക്കി മാറ്റാം. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മുന്നേറാം. സുരേന്ദ്രൻ പറയുന്ന കണക്കനുസരിച്ച് 35,000 മുതൽ 72,000 വരെ വോട്ടുകൾ BJPക്ക് സമാഹരിക്കാൻ കഴിയുന്ന 35ഓളം സ്ഥലങ്ങളുണ്ടെന്നും അവിടങ്ങളിൽ നിന്നൊക്കെ തന്നെ MLA-മാരെ സൃഷ്ടിക്കാൻ സാധിക്കുകയും ചെയ്താൽ UDF-ൽ നിന്നും LDF-ൽ നിന്നും MLA-മാരുടെ ഒഴുക്ക് BJPയിലേക്ക് ഉണ്ടാകും. കാരണം എന്താ? BJP ഭരിച്ചോട്ടെ, ഞങ്ങൾ പുറത്തുനിന്ന് പിന്തുണയ്ക്കാം. അങ്ങനെ പിന്തുണച്ചാൽ അവർക്ക് മന്ത്രിപദമോ മറ്റെന്തെങ്കിലും സാമ്പത്തിക സഹായമോ ഒക്കെ മതി. ഇതാണ് ഓപ്പറേഷൻ താമര എന്ന് പറഞ്ഞ രീതിയിൽ നോർത്ത് ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിലൊക്കെ BJP കാഴ്ചവെച്ചത്. അതിന് സമാനമായ ഒരു സാഹചര്യം കേരളത്തിലും ഉണ്ടെന്ന് സുരേന്ദ്രൻ ഉറപ്പിച്ചു പറയുകയാണ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരത്തിൽ മടുത്തിരിക്കുന്ന ജനങ്ങൾ ഒരു പക്ഷേ BJPയെ കയ്യിലേറ്റിയാൽ, BJPയെ നെഞ്ചേറ്റിയാൽ ഈ സുരേന്ദ്രൻ പറഞ്ഞ കാര്യവും ശരിയായി വരില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്
ഞങ്ങൾ അസ്വസ്ഥരാണ് എന്നൊരു സിനിമയിൽ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അസ്വസ്ഥരാണ്. അസ്വസ്ഥതയ്ക്ക് കാരണം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ഭരണവിരുദ്ധ വികാരം. ഇപ്പൊ പിണറായി വിജയൻ സർക്കാരിന്റെ പല കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി, ഏകദേശമൊക്കെ മനസ്സിലായി. ഇനിയും വച്ചുകൊണ്ടിരുന്നാൽ ഇത് മുന്നോട്ട് പോയാൽ ശരിയാകില്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഒരു ഘട്ടം വരെ പറയാം. ഇപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ വി ഡി സതീശൻ, ഇപ്പോ കോൺഗ്രസിന് ഏറ്റവും വലിയ പാരയായി മാറിയിരിക്കുന്നത് വി ഡി സതീശന്റെ പല പരാമർശങ്ങളുമാണ്. കാരണം വി ഡി സതീശൻ മുസ്ലിം ലീഗിനെ കുളിപ്പിച്ച് കേരളത്തിൽ വർഗീയത ഉണ്ടാക്കി കോൺഗ്രസ്സുകാർ പോലും തലയിൽ കൈവയ്ക്കുന്ന രീതിയിലാണ് സതീശന്റെ വർഗീയത പറച്ചിൽ. അതായത് KM ഷാജി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി മതമാണ് പ്രശ്നമെന്ന് പറയുമ്പോൾ വർഗീയത ഇല്ലാത്ത വി ഡി സതീശന് NSSഉം SNDP ഒന്നിക്കുമ്പോൾ അവിടെ വർഗീയത കാണാൻ സാധിക്കുന്നു. മുസ്ലിം ലീഗ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒന്നാണ്, ഞങ്ങൾ വിളക്ക് കത്തിക്കില്ല, ഞങ്ങളോട് വിളക്ക് കത്തിക്കുന്നതിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ വിളക്ക് കത്തിക്കില്ല. ഇതാണ് മുസ്ലിം ലീഗിന്റെ പല നേതാക്കളും പറയുന്നത്. അതായത് വിളക്ക് കത്തിക്കുന്നതിൽ വരെ വർഗീയത കണ്ടെത്തുന്നവരാണ് ഈ പല നേതാക്കളും എന്നുള്ളതാണ്. അവിടെയും സതീശൻ പറയുന്നത് എന്താണ്, വർഗീയത മുസ്ലിം ലീഗ് അല്ല വർഗീയത പറയുന്നത്, ഇവിടുത്തെ ഹിന്ദുക്കളും SNDP NSS ആണ് വർഗീയത പറയുന്നത്, അല്ലെങ്കിൽ BJP ആണ് വർഗീയത പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ ഇതൊക്കെ കണ്ട ആളുകൾക്ക് മടുത്തു. BJPയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ സ്ഥാനത്തിന് വന്നതിന് ശേഷം BJP ഒന്ന് ഒതുങ്ങി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പരമായി ഒന്ന് ഒതുങ്ങി. അതായത് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുന്നു, ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു, നിലപാട് കൃത്യമായി വ്യക്തമാക്കി മുന്നോട്ട് പോകുന്നു. ഒരു അടുക്കും ചിട്ടയും എങ്ങനെയാണ് കൃത്യമായി ഒരു പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം, സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നപ്പോൾ ഇല്ല എന്നല്ല, പക്ഷെ അതിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ, കാരണം ഗ്രൂപ്പിസം ഇല്ലാത്ത ഒരാളാണ് RC. ഇവിടെ പാർട്ടിയുടെ ഒരു നിലവാരത്തിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും. കാരണം കേരളത്തിന് പുറത്ത് BJP എങ്ങനെയാണോ അടുക്കും ചിട്ടയും അച്ചടക്കത്തോടെ പോകുന്നത്, അതേ രീതിക്ക് തന്നെയാണ് കേരളത്തിനകത്ത് ഇപ്പോൾ BJP പോകുന്നത്. അപ്പൊ ആ ലെവലിലേക്ക് BJP നയിക്കുന്ന ഒരു രീതിയിലേക്ക് RC രാജീവ് ചന്ദ്രശേഖർ അതിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അമിതമായ ആത്മവിശ്വാസമാണ്. ഇതുവരെ BJP പുലർത്തുന്നതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ആത്മവിശ്വാസം BJP തിരുവനന്തപുരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയതിനു ശേഷം വല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് BJP വന്നാൽ ഇവിടെ വികസനമേ ഉണ്ടാകൂ എന്ന് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു മേയറാണ് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയത്. ഇപ്പോൾ ഗുജറാത്തിലെ അഹമ്മദാബാദ് പിടിച്ചെടുത്ത് BJP ജൈത്രയാത്ര എങ്ങനെയാണ് ആരംഭിച്ചത്, അതുപോലെ തന്നെയാണ് കേരളത്തിലും ഒരു രാജേഷിലൂടെ ആയിരിക്കാം ചിലപ്പോൾ BJPയുടെ തലവര കേരളത്തിൽ മാറുന്നത് എന്ന് BJP, കാരണം മേയറെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ചില പൊല്ലാപ്പുകൾക്കപ്പുറം BJPക്കകത്ത് ഒരു പ്രശ്നവുമില്ല. രാജേഷ് വരുന്നതിൽ ആർക്കും എതിർപ്പില്ല, രാജേഷിനെ പരിഗണിച്ചതിൽ ഇനി ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പോലും അത് പുറത്ത് പ്രകടിപ്പിച്ചിട്ടില്ല. നേരത്തെ പോലെ ഗ്രൂപ്പിസം വെച്ചുള്ള കളികളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ തുടക്കം പോലെയാണ്. BJP ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്ക് വേണമെങ്കിൽ, ഈ മുസ്ലിം ലീഗിനൊരു പ്രശ്നമുണ്ട്, അവർക്ക് അധികാരം ഇല്ലാതെ ഒരുപാട് നാൾ മുന്നോട്ട് പോകാൻ പറ്റില്ല. സതീശനെ സംബന്ധിച്ചോളം സതീശൻ കുളിപ്പിക്കുന്നത് അടുത്ത മുഖ്യമന്ത്രി കസേര ലീഗ് പറയുന്ന ആൾക്ക് കൊടുക്കും എന്നുള്ള ഒരു ഇതിന്റെ പുറത്തായിരിക്കും. ലീഗ് എന്നെ മാത്രമേ പറയാവൂ എന്നുള്ളതിന്റെ ആയിരിക്കും സതീശൻ ഈ കിടന്ന് തിളയ്ക്കുന്നത് മൊത്തം. പക്ഷേ മുസ്ലിം ലീഗിന് അടുത്ത തവണ UDF അധികാരത്തിൽ വന്നില്ല എങ്കിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയും UDFന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. LDFന്റെ കൂടെ ഒരു പരിധിക്കപ്പുറം മുസ്ലിം ലീഗിന് പോകാൻ കഴിയില്ല. മുസ്ലിം ലീഗ് വേണമെങ്കിൽ BJPയുടെ ഒപ്പം ചേരാം. അങ്ങനെ ഒരു കാലം നമ്മള് ഒരിക്കലും വരില്ല എന്നൊന്നും ആർക്കും വിധി എഴുതാൻ കഴിയില്ല. കാരണം അധികാര മോഹികളായ UDFനോടൊപ്പം നിൽക്കുന്ന ഘടകകക്ഷികൾക്കൊക്കെ അധികാരം മതി. അത് ആർക്കൊപ്പമാണെങ്കിലും പങ്കിടാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് പണ്ട് ഒരു കാരണവശാലും ഈ പറയുന്ന കോൺഗ്രസ്സുകാർ അടുപ്പിച്ചിരുന്നില്ല. കാരണം മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇന്ത്യ വിഭജനത്തിന്റെ കാലത്ത് ഈ ഇന്ത്യ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ച പാർട്ടിയാണെന്നും അതുകൊണ്ട് മുസ്ലിം ലീഗിനെ നമ്മൾ അംഗീകരിക്കില്ലെന്നും ഒക്കെ പറഞ്ഞു. ആ മുസ്ലിം ലീഗിനെ പിന്നീട് കൂട്ടുപിടിച്ചത് CPM ആണ്, അവരെ ഒപ്പം ചേർത്തത് CPM ആണ്. അങ്ങനെ CPM ഒപ്പവും ചേർത്തതിന് ശേഷമാണ് മുസ്ലിം ലീഗ് പിന്നീട് കോൺഗ്രസിന്റെ കൂടെ ചേരുന്നതും UDFന്റെ ഭാഗമായി മാറുന്നു. ഈ നേരത്തെ പറഞ്ഞ പോലെ KM ഷാജി എന്താ പറഞ്ഞത്, കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നമ്മൾ അധികാരത്തിന് പുറത്തായതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് കിട്ടേണ്ട വിദ്യാഭ്യാസപരമായ ആനുകൂല്യങ്ങൾ, അവിടുത്തെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇതൊക്കെ തന്നെ നഷ്ടമായി. ഇതെല്ലാം തന്നെ നമ്മൾ തിരിച്ചു പിടിക്കും. മതമാണ് ഞങ്ങൾക്ക് വലുത്, മതത്തിന്റെ പേരിലാണ് ഞങ്ങളുടെ പാർട്ടി. ശരിയാണ്, മുസ്ലിം ലീഗ് എന്ന് പറയുന്നതിന് സമാനമായ ഒരു പാർട്ടി വേറെ കേരളത്തിലില്ല. എന്നിട്ടും പറയുന്നത് എന്താണ്, ഈ മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വർഗീയതയുടെ പേരിൽ നിൽക്കുന്നത് BJP ആണെന്ന്. പക്ഷെ കണ്ടും കേട്ടും അറിയുന്ന സാധാരണക്കാരായ ജനങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം
ഇത്തരത്തിലുള്ള വർഗീയ അജണ്ടകളൊന്നും കേരളത്തിൽ നടപ്പാക്കുന്നില്ല. പക്ഷേ മുസ്ലിം ലീഗ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് മതമാണ് വലുത്, ഞങ്ങളുടെ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ 10 വർഷത്തിനപ്പുറത്തേക്ക് ഭരണമില്ലാതെ മുസ്ലിം ലീഗിന് നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന ഒരു വോട്ടിന്റെ ഒരു വർധനവ് അത് UDF ക്യാമ്പിൽ വലിയ ആശ്വാസം സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ഈ കോൺഗ്രസിന് അധികാരത്തിലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ മുസ്ലിം ലീഗ് അധികാരമുള്ളവരുടെ അടുത്തേക്ക് പോകും. അത് നാളെ CPM വിളിച്ചാൽ ചിലപ്പോൾ CPM പോകും. ഇനി വേണ്ട, CPM കൂടെ നിൽക്കണം, BJP കൂടെ നിൽക്കാം. എന്താ പ്രശ്നം? BJP കൈയിടാൻ അവർ തയ്യാറാണ്. കാരണം നോർത്ത് ഇന്ത്യയിലടക്കം നിരവധി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ BJPക്ക് ഒപ്പം നിൽക്കുകയും അവർക്ക് വോട്ട് ചെയ്യുകയും ആ സമുദായത്തിൽപ്പെട്ട ആളുകൾ വിജയിച്ചു വരികയും ചെയ്തു. ഇപ്പൊ തന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ ഒരു കൗൺസിലർ ജയിച്ചു വന്നത് മുസ്ലിം നാമധാരിയായ ഒരു വനിതയാണ്. അതുകൊണ്ട് തന്നെ അധികാരം കിട്ടാൻ വേണ്ടി BJPയുടെ തോളിൽ കൈയിടാനും ഒരുപക്ഷെ ഈ മുസ്ലിം ലീഗ് മടിക്കില്ല. ഇവിടെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യം എന്താ, 35 സീറ്റ് ലഭിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിർണായകമായ ഒരു ബാർഗെയിനിങ് പവറായിട്ട് BJP മാറും. LDF ഭരിക്കണോ UDF ഭരിക്കണോ എന്ന് അവസാനം തീരുമാനിക്കേണ്ടത് BJP ആയിരിക്കും. അതുകൊണ്ട് BJP പിന്തുണയോടെ ഞങ്ങൾ ഭരിക്കില്ലെന്ന് LDFന് ഡിസിഷൻ എടുക്കാം, UDF ഭരിക്കില്ലെന്ന് UDFന് ഡിസിഷൻ എടുക്കാം. പക്ഷെ BJPക്ക് ഭരിക്കാമല്ലോ. BJP ഭരണത്തിലേക്ക് കയറിയാൽ LDFൽ നിന്നും UDFൽ നിന്നും നേതാക്കളുടെ ഒരു ഒഴുക്കുണ്ടാകുമെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ 35,000-നും 72,000-നും ഇടയിൽ വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ 5,000 മുതൽ 10,000 വരെയുള്ള വോട്ടുകൾ കൂടി മറിഞ്ഞു വന്നാൽ BJPക്ക് ഒരുപാട് ജനപ്രതിനിധികളെ സൃഷ്ടിക്കാം. പക്ഷേ അടിത്തട്ടിൽ നിന്ന് പണിയെടുക്കണം. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്തുകൊണ്ടാണ് പിടിച്ചെടുത്തത്? താഴെ തട്ടിൽ നിന്ന് എണ്ണയിട്ട യന്ത്രം പോലെ അവർ പ്രവർത്തിച്ചുകൊണ്ടാണ്. അതായത് CPMനെയാണ് നമ്മൾ കേഡർ പാർട്ടി എന്ന് പറയുന്നത്. ധന്യ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് BJP നേതാക്കൾ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നതിന് വിരുദ്ധമായോ അതിനപ്പുറത്തേക്കോ അഭിപ്രായം പറയാത്ത എന്താണ്? അതാണ് കേഡർ പാർട്ടികളുടെ സ്വഭാവം. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു നേതാവ് സംസ്ഥാന അധ്യക്ഷനായി വന്നതോടുകൂടി ദേശീയ നേതൃത്വം അദ്ദേഹത്തിൽ മാത്രം വിശ്വാസം അർപ്പിക്കുന്നു. മറ്റ് സംസ്ഥാന അധ്യക്ഷന്മാരെ, പഴയ അധ്യക്ഷന്മാരെ എല്ലാം ചേർത്ത് നിർത്തി അവരെ പിണക്കാതെ കൂടെ നിർത്തിക്കൊണ്ട് ഒന്നിച്ചു പോവുകയാണ്. അപ്പൊ താഴെ തട്ടിൽ നിന്നുള്ള പ്രവർത്തനത്തിന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ രംഗത്തിറങ്ങുന്നു. എന്നിട്ട് പ്രവർത്തകർക്കൊപ്പം BJP ഓഫീസിലെ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് ദൃശ്യങ്ങൾ സഹിതം പുറത്തേക്ക് വിടുന്നു. അപ്പൊ നിങ്ങൾക്കൊപ്പമാണ് ഞാനെന്നും എനിക്കൊപ്പമാണ് BJPയുടെ ദേശീയ നേതൃത്വം എന്നും ഒരു ഇമേജ് സൃഷ്ടിക്കാൻ ഈ ദേശീയ അധ്യക്ഷന് സാധിച്ചു. അതുകൊണ്ടാണ് സംസ്ഥാന അധ്യക്ഷൻ അതുകൊണ്ടാണ് K. സുരേന്ദ്രൻ വന്നിച്ച് പറയുന്നത്, ഞങ്ങൾ പറയുന്നത് ശരി കാര്യമല്ല, ഒരു മറ്റക്കരെ ഇവിടെ സൃഷ്ടിക്കാൻ മറ്റക്കര എന്നല്ല മറ്റത്തൂരിനെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലും ഭരണം പിടിക്കാൻ കഴിയുമെന്ന് ഒരുപോലെ UDFും അതുപോലെ തന്നെ LDFും ഭയപ്പെടില്ല. തീർച്ചയായിട്ടും രണ്ടിന്റെയും ചങ്കിടിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് LDF വരുന്നതിനോട് ജനങ്ങൾക്ക് പൂർണ്ണമായും എതിർപ്പില്ല എന്നുള്ളതാണ്. കാരണം ഈ അടുത്ത കാലത്തുള്ള കോൺഗ്രസിന്റെ നിലപാടുകൾ, പ്രത്യേകിച്ച് VD സതീശന്റെ ഈ വർഗീയത പറച്ചിൽ, ഇതിനൊക്കെ ഭേദം ഒരുപക്ഷെ LDFും BJPയുമാണ് എന്ന് ജനങ്ങൾ വിധി എഴുതിയാൽ അത് കോൺഗ്രസിന്റെ ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണല്ലോ BJPയുടെ ഒരു ലക്ഷ്യം. അത് കേരളത്തിലും നടപ്പിലാകും എന്നുള്ളതാണ് നമുക്ക് അത് കണ്ടു തന്നെ അറിയാം. കാരണം ഇവർ തന്നെ അത് ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തവണ കൂടി കോൺഗ്രസ് കേരളത്തിലെ ഭരണത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പതിയെ കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായി തന്നെ വിശ്വസിക്കാം അല്ലെ? അപ്പം സുരേന്ദ്രന്റെ വാക്കുകൾക്ക് പിന്നിൽ ചെറുതല്ലാത്ത ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.